എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 സ്കൂൾ ട്രാൻസ്ഫറിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അറിയേണ്ട എല്ലാവിധ കാര്യങ്ങളും ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾ +1 അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണോ ഈ ഒരു സ്കൂൾ ട്രാൻസ്ഫർ ആവശ്യമായിട്ടുള്ളത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനോട് ആ ഒരു സ്കൂളിലെ +2-വിൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന അതേ സെയിം കോമ്പിനേഷനിൽ തന്നെ സെയിം സെക്കൻഡ് ലാംഗ്വേജിൽ സീറ്റ് വേക്കൻസി ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക. വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വേക്കൻസി റിപ്പോർട്ട് ലഭിക്കുന്നതും ആ സ്കൂളിലെ പ്രിൻസിപ്പാളിന് നിങ്ങൾ ഒരു അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ അപേക്ഷ നിങ്ങൾക്ക് എങ്ങനെ തയ്യാറാക്കണം എന്നത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ സ്കൂളിൽ നിന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ കൊമേഴ്സാണ് പഠിക്കുന്നത്. അപ്പോൾ കൊമേഴ്സിൽ നിങ്ങൾ ഈ ഒരു അക്കൗണ്ടിങ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു കോഴ്സ്, അതായത് ആ സെയിം കോഴ്സിൽ തന്നെ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമാണ് പഠിക്കുന്നത്. ആ ഒരു സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിൽ തന്നെ സീറ്റ് വേക്കൻസി ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ബയോളജി സയൻസാണ് പഠിക്കുന്നത്, അതിൽ നിങ്ങൾക്ക് മലയാളത്തിനാണ് വേക്കൻസി, നിങ്ങൾ മലയാളമാണ് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്നതെങ്കിൽ അതേ കോഴ്സിന്, അതായത് ഈ ഒരു നിങ്ങൾ ആദ്യം പഠിച്ച അതേ കോഴ്സ് +1-ൽ പഠിച്ച സെയിം കോഴ്സിന്, അതായത് ബയോളജി സയൻസിന് തന്നെ സീറ്റ് വേക്കൻസിയും അതുപോലെ ആ ഒരു മലയാളം സെക്കൻഡ് ലാംഗ്വേജിൽ തന്നെയാണ് വേക്കൻസി ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ട്രാൻസ്ഫർ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു സ്കൂൾ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ തീരുമാനവും ഏത് സ്കൂളിലാണ് ആ വേക്കൻസി ഉള്ളത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണോ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ 2009-2010 അധ്യയന വർഷം മുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് വ്യക്തമായിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 1-ാം വർഷ സ്റ്റേറ്റ് സിലബസിൽ ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളിൽ പഠിച്ച് 1-ാം വർഷ പരീക്ഷ എഴുതിയിട്ടുള്ള കുട്ടികളുടെ സബ്ജക്റ്റ് കോമ്പിനേഷനിലും 2ാം ഭാഷയിലും, അതായത് സെക്കൻഡ് ലാംഗ്വേജിലും മാറ്റം ഇല്ലാതെയുള്ള സ്കൂൾ മാറ്റ അപേക്ഷകൾ പരിഗണിച്ച് സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ പ്രവേശനം നൽകുന്നതിനുള്ള അധികാരം അതത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽമാർക്കായിരിക്കും. അതായത് നിങ്ങൾക്ക് ഈ ഒരു ജൂൺ 15-ാം തീയതി വരെയാണ് നൽകാൻ സാധിക്കുക. അപ്പോൾ ജൂൺ 15-നുള്ളിൽ അപേക്ഷ നൽകുകയാണെങ്കിൽ മാത്രമാണ് ഇത് പരിഗണിക്കുക. ഓരോ സ്കൂളിലെയും സീറ്റ് വേക്കൻസി അനുസരിച്ച് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു സ്കൂളിലേക്ക് സെക്കൻഡ് ഇയറിലേക്കുള്ള ട്രാൻസ്ഫർ ലഭിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് പരസ്പരം സ്കൂൾ മാറ്റം അനുവദനീയമാണ്. അത് നിങ്ങൾക്ക് ഒരു സ്കൂളിൽ നിങ്ങളുടെ സെയിം അതേ കോഴ്സ്, അതേ കോമ്പിനേഷൻ, അതേ സെക്കൻഡ് ലാംഗ്വേജുള്ള വിദ്യാർത്ഥിക്ക് മറ്റൊരു സ്കൂളിലേക്ക്, അതായത് ഒരു കുട്ടിക്ക് നിങ്ങളുടെ സ്കൂളിലും നിങ്ങളുടെ സെയിം കോമ്പിനേഷനും സെയിം സെക്കൻഡ് ലാംഗ്വേജുമാണ്, അത് ആ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കുട്ടിക്ക് നിങ്ങളുടെ സ്കൂളിലേക്കും നിങ്ങൾക്ക് ആ ഒരു കുട്ടിയുടെ സ്കൂളിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പരസ്പരം മാറുന്നതിനായിട്ട് അനുമതി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 2ാം വർഷത്തേക്കുള്ള സ്കൂൾ മാറ്റ അപേക്ഷകൾ പരിഗണിക്കുമ്പോൾ ഏകജാല പ്രവേശന സംവിധാനം മുഖേന പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രഥമ പരിഗണന നൽകുന്നതിനായിട്ട് പ്രിൻസിപ്പൽമാർ ശ്രദ്ധിക്കുന്നതായിരിക്കും. പ്രിൻസിപ്പാളിന് സ്കൂൾ മാറ്റം അനുവദിക്കാവുന്ന വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ ജൂൺ 15-നുള്ളിൽ തന്നെ അപേക്ഷകൾ അതത് സ്കൂളുകളിൽ നൽകേണ്ടതും പ്രിൻസിപ്പൽമാർ അവ പരിഗണിച്ച് അർഹതയുള്ളവർക്ക് വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം നൽകുന്നതുമാണ്. അതുപോലെ തന്നെ അതിനുശേഷം മാത്രമാണ് മറ്റ് വിഭാഗങ്ങളിലെ വേക്കൻസി റിപ്പോർട്ട് മറ്റ് വിഭാഗങ്ങൾക്ക് നൽകാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വേക്കൻസിക്ക് ഒരു അപേക്ഷകന് മാത്രമാണ് വേക്കൻസി റിപ്പോർട്ട് നൽകാവൂ എന്നുള്ള കാര്യം പ്രിൻസിപ്പൽമാർ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അത് സൂചന 1 സർക്കാർ ഉത്തരവിൽ നിഷ്കർഷിച്ച പ്രകാരം മറ്റ് സംസ്ഥാനം, രാജ്യം, CBSE തുടങ്ങിയ പാഠ്യപദ്ധതികളിൽ പഠനം പൂർത്തിയാക്കി പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കേരള ഹയർ സെക്കൻഡറിയിൽ 2ാം വർഷ പ്രവേശനം അനുവദിക്കുന്നതിനായിട്ട് കത്ത് മുഖേനയുള്ള നിർദ്ദേശങ്ങൾ സ്കൂളുകളിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വിദ്യാർത്ഥികൾക്ക് 2ാം വർഷത്തേക്ക് ഒഴിവുള്ള ഹയർ സെക്കൻഡറി സീറ്റുകളിൽ ലാറ്ററൽ എൻട്രി മുഖേന പ്രവേശനം നൽകുന്ന കാര്യത്തിൽ സബ്ജക്റ്റ് കോമ്പിനേഷനിൽ മാറ്റം ഇല്ലാന്നുണ്ടെങ്കിൽ അനുമതി നൽകുവാനുള്ള അധികാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ്. അതുപോലെ ഇക്കാര്യത്തിൽ 2ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ റെഗുലർ സ്കീമിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് ഡയറക്ടറേറ്റ് 2025 മാർച്ച് മാസത്തിലെ പൊതുപരീക്ഷയോടൊപ്പം നടത്തുന്ന ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് 1ാം വർഷ 2ാം ഭാഷ ഉൾപ്പെടെയുള്ള, അതായത് 1ാം വർഷത്തെ 2ാം ഭാഷ ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങൾക്കും പരീക്ഷ എഴുതേണ്ടതാണ്. ഈ ഒരു സ്കോറുകൾ കൂടി പരിഗണിച്ചായിരിക്കും അവരുടെ അന്തിമ ഫലം
നിർണ്ണയിക്കുക. അതുപോലെ ഇവർ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ള തരത്തിലുള്ള തുടർ മൂല്യനിർണ്ണയത്തിന് വിധേയരാകണം. അതുപോലെ 2024 ജൂൺ 25 ലഭ്യമായ അപേക്ഷകൾ മാത്രമാണ് ഇപ്രകാരമുള്ള പ്രവേശനത്തിനായിട്ട് പരിഗണിക്കുക. ഹയർ സെക്കൻഡറി ഒന്നാം വർഷം പൂർത്തിയാക്കുകയും രണ്ടാം വർഷം പഠനം മുടങ്ങുകയും ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് രണ്ടാം വർഷം തുടർന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടാം വർഷത്തേക്ക് പുനഃപ്രവേശനം നേടാൻ സാധിക്കും. ഒന്നാം വർഷ പരീക്ഷ എഴുതാത്തവർ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയോടൊപ്പം ഒന്നാം വർഷത്തെ രണ്ടാം ഭാഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് പരീക്ഷ എഴുതേണ്ടതും തുടർ മൂല്യനിർണ്ണയത്തിന് വിധേയരാകേണ്ടതുമാണ്. ഇത്തരം വിദ്യാർത്ഥികൾക്ക് സീറ്റുകളുടെ ലഭ്യതയ്ക്ക് വിധേയമായി രണ്ടാം വർഷത്തേക്കുള്ള പുനഃപ്രവേശനം അനുവദിക്കുന്നതിനുള്ള അധികാരം ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്കായിരിക്കും. ജൂൺ 2024 ജൂൺ 25 അപേക്ഷ നൽകുന്നവരെ മാത്രമാണ് പുനഃപ്രവേശനത്തിനായിട്ട് പരിഗണിക്കുള്ളൂ. അതുപോലെ തന്നെ സൂചന 2-3 ഉത്തരവ് പ്രകാരം കേരള സ്റ്റേറ്റ് ഓപ്പൺ സ്കൂൾ മുഖേന, അതായത് പ്രൈവറ്റായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ റെഗുലർ പ്രൈവറ്റ് സ്കീമിൽ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി കോഴ്സ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് രണ്ടാം വർഷ റെഗുലർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് താഴെ പറയുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് പ്രവേശനം ലഭിക്കുക. അതായത് സ്കോൾ കേരളയോ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജിലോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി പറയാൻ പോകുന്ന നിബന്ധന അനുസരിച്ചിട്ടാണ് അഡ്മിഷൻ ലഭിക്കുക. പ്രവേശനം നേടുന്ന റെഗുലർ സ്കൂളിൽ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി സീറ്റുകൾ ഒഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്കൂൾ മാറ്റത്തിന് ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികളെ പരിഗണിക്കുമ്പോൾ ഈ അപേക്ഷകരിൽ റെഗുലർ വിദ്യാർത്ഥികൾക്കാണ് മുൻഗണന നൽകേണ്ടത്. രണ്ടാം വർഷത്തേക്കുള്ള ഓപ്പൺ സ്കൂൾ അപേക്ഷയിന് +1 കോഴ്സിന് നിശ്ചയിച്ചിട്ടുള്ള ഉയർന്ന പ്രായപരിധി കവിയാനായിട്ട് പാടില്ലാത്തതാകുന്നു. അതുപോലെ തന്നെ അപേക്ഷകർ ഓപ്പൺ സ്കൂളിൽ പഠിച്ചിരുന്ന അതേ സബ്ജക്റ്റ് കോമ്പിനേഷനോട് കൂടിയുള്ള രണ്ടാം ഭാഷ ഉൾപ്പെടെയുള്ള സ്കൂളിലേക്കാണ് പ്രവേശനം നേടേണ്ടത്. അതുപോലെ തന്നെ പ്രവേശനം നേടാൻ ഉദ്ദേശിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പാളിൻ്റെ വ്യക്തമായിട്ടുള്ള വേക്കൻസി റിപ്പോർട്ട്, സമ്മതപത്രം എന്നിവ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. പ്രവേശനം നേടിയ ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾ PTA ഫണ്ടിന് പുറമെ +1, +2 കോഴ്സുകൾക്കുള്ള സ്പെഷ്യൽ ഫീസ് കൂടി അടക്കേണ്ടതുണ്ട്. അതുപോലെ ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികളുടെ സ്കൂൾ മാറ്റ അപേക്ഷകൾ പരിഗണിച്ച് അർഹരായവർക്ക് മാറ്റം അനുവദിച്ച് ഉത്തരവ് നൽകേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ബന്ധപ്പെട്ട റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കായിരിക്കും. 2024 ജൂൺ 25 ലഭ്യമാകുന്ന അപേക്ഷകൾ മാത്രമാണ് ഇപ്രകാരം പ്രവേശനത്തിനായിട്ട് പരിഗണിക്കുക. സ്കൂൾ മാറ്റത്തിന് അപേക്ഷകൾ നൽകുമ്പോൾ സ്വന്തം അപേക്ഷയോടൊപ്പം അപേക്ഷൻ +1 കോഴ്സിന് പഠിച്ചിരുന്ന സബ്ജക്റ്റ് കോമ്പിനേഷൻ വ്യക്തമാക്കുന്ന ഓപ്പൺ സ്കൂൾ ഡയറക്ടറുടെ NOC, അതായത് നോൺ ഒബ്ലിഗേഷൻ സർട്ടിഫിക്കറ്റ്, പ്രവേശനം നേടാൻ ഉദ്ദേശിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പാളിൻ്റെ വേക്കൻസി റിപ്പോർട്ട്, സമ്മതപത്രം എന്നിവ സമർപ്പിക്കണം. അതുപോലെ തന്നെ പ്രവേശന സമയത്ത് ഓപ്പൺ സ്കൂളിൽ നിന്നുള്ള TC കൂടി ഹാജരാക്കേണ്ടതാണ്. രണ്ടാം വർഷ ക്ലാസ്സുകൾ ആരംഭിച്ച ശേഷം 30 ദിവസത്തിനകം എല്ലാ വിഭാഗങ്ങളിലെയും സ്കൂൾ മാറ്റ പുനഃപ്രവേശന നടപടികൾ പൂർത്തിയാക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നിങ്ങൾ സാധാരണ +1 അലോട്ട്മെൻറ്റ് വഴി അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഏത് സ്കൂളിലേക്കാണോ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനോട് അവിടെ വേക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ച് അവിടെ നിങ്ങൾക്കൊരു ഫോം ലഭിക്കുന്നതാണ്. ആ ഒരു ഫോം ഫില്ല് ചെയ്ത് സ്കൂളിൽ നൽകേണ്ടതാണ്. സീറ്റുകൾ അനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രൈവറ്റ്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, ഇതുപോലെ മറ്റ് വിഭാഗങ്ങളിലായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ മുൻപ് പറഞ്ഞിട്ടുള്ള വിഭാഗം, അതായത് റെഗുലറായിട്ട് +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾ ജൂൺ 15 അപേക്ഷ നൽകണം. അതുപോലെ പ്രൈവറ്റ്, സ്കോൾ കേരള, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഇതുപോലുള്ള സീറ്റുകളിലൊക്കെ പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കൂൾ ട്രാൻസ്ഫർ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സ്കൂളിൽ സെയിം കോഴ്സോട് സെയിം കോമ്പിനേഷനോട് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് അവസരം ഉണ്ടാവും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്നും അതുപോലെ തന്നെ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ്, അതായത് RDD ഓഫീസുകളിൽ നിന്നുമാണ് ലഭിക്കുക. RDD ഓഫീസുകൾ എല്ലാ ജില്ലയിലും ഉണ്ട്. അക്കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾ റെഗുലർ വിദ്യാർത്ഥികളാണെങ്കിൽ സ്കൂളിൽ നേരിട്ട് പോയിട്ട് ഏത് സ്കൂളിലാണ് വേണ്ടത് അവിടെ നിങ്ങളുടെ കോഴ്സിൽ സെയിം സെക്കൻഡ് ലാംഗ്വേജ് കൂടി നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നേടുന്നതിനായിട്ട് അവിടെ സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ ജൂൺ 15 വരെയാണ് ഇതിനുള്ള അവസരം. മറ്റു കാറ്റഗറി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന, അതായത് CBSE, അതുപോലെ തന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ, സ്കോൾ കേരള ഇതുപോലുള്ള വിഭാഗങ്ങളൊക്കെ ഉള്ളവർക്ക്, അതായത് ഇതുപോലുള്ള എല്ലാ വിഭാഗങ്ങൾക്കും ഈ ഒരു, അതായത് നിങ്ങൾക്ക് സ്കൂളിലെ പ്രിൻസിപ്പാളിൻ്റെ വേക്കൻസി റിപ്പോർട്ട്, അതുപോലെ തന്നെ സമ്മതപത്രം അതുപോലുള്ളവ ആവശ്യമായിട്ടുണ്ട്. ഇക്കാര്യം വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ സമ്മതപത്രം, അതുപോലെ പ്രിൻസിപ്പലിൻ്റെ വേക്കൻസി റിപ്പോർട്ട് എന്നിവ ആവശ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.